ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അവന്തികയുടെ പ്രതീക്ഷകളെല്ലാം അപ്പാടെ തെറ്റിച്ചുകൊണ്ട് ധനുഷിൻ്റെയും സ്നേഹയുടെയും വിവാഹവും ശാന്തി മുഹൂർത്തവും കഴിഞ്ഞിരിക്കുകയാണ്. ശാന്തി മുഹൂർത്തത്തിന്റെ സമയത്ത് അവന്തിക ധനുഷിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അർച്ചനയുടെ സഹായം കൊണ്ട് ധനുഷിന് വീണ്ടും നെല്ലിശ്ശേരിയിലെത്താൻ സാധിക്കുകയാണ്. ഇനി എന്താണെങ്കിലും അവന്തികയേക്കാൾ ധനുഷിന് മേൽ ആധിപത്യമുള്ളത് സ്നേഹയ്ക്കാണെന്ന് അർച്ചന പറയും. ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് ശിവരാമനെയാണ്. അവന്തിക കാരണം തന്റെ ജീവിതം നശിച്ചെന്നും അതുകൊണ്ട് തനിക്ക് തന്റെ കുഞ്ഞിനെങ്കിലും വേണമെന്നും ശിവരാമൻ പറയുമ്പോൾ തന്നെ കൊണ്ട് ഇനിയൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും നിയമപരമായി ഇപ്പോ സച്ചിയും അർച്ചനയുമല്ലേ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും എന്ന് അവന്തിക പറയുന്നു. അതിന് സച്ചിയുടെയും അർച്ചനയുടെയും കയ്യിലുള്ള കുഞ്ഞല്ലല്ലോ എന്റേത്, ആതിരയുടെ കയ്യിലുള്ള കുഞ്ഞല്ലേ എന്റേത്, അതുകൊണ്ട് എനിക്ക് ആ കുഞ്ഞിനെ തന്നെ വേണം എന്നൊക്കെ ശിവരാമൻ പറയുമ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് ശിവരാമനെ ഇറക്കി വിടുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് സേതുമാധവനെയാണ്. ധനുഷിന്റെ ഓഫീസിലെ ജോലിയെക്കുറിച്ചൊക്കെ തിരക്കുകയാണ് സേതുമാധവൻ സച്ചിയോട്. ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ്, ജോലിയോടുള്ള അവന്റെ ആത്മാർത്ഥത കൊണ്ടും വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ് അവനെന്ന് തെളിയിക്കേണ്ടതുമൊക്കെ അവന്റെ കടമ തന്നെയാ. ഇതൊക്കെ കേട്ടുകൊണ്ട് അവന്തിക ധനുഷിനുള്ള അടുത്ത പണി ഒരുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശിവരാമനെയാണ്. തന്റെ കുഞ്ഞിനെ കൊണ്ടുവരാതെ നെല്ലിശ്ശേരിയിൽ നിന്നും പോകില്ലെന്ന് ഉറച്ച തീരുമാനമെടുത്തിരിക്കുകയാണ് ശിവരാമൻ. അതിന്റെ ഭാഗമായിട്ട് ആരും കാണാതെ ശിവരാമൻ നെല്ലിശ്ശേരിയുടെ ഉള്ളിലേക്ക് കയറുകയാണ്. അതിനുശേഷം ആതിരയുടെ മുറിയിലേക്ക് പോകുന്ന ശിവരാമൻ തന്റെ കുഞ്ഞിനെ സ്നേഹത്തോടെ നോക്കുന്നു. ഇനിയും കുഞ്ഞില്ലാതെ എനിക്കൊരിക്കലും ജീവിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശിവരാമൻ ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മുറിയുടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്ന അർച്ചന ഞെട്ടലോടെ നിൽക്കുന്നു. അതിനുശേഷം ആതിരയെ എന്ന് വിളിച്ചുകൊണ്ട് ശിവരാമന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. ശബ്ദം കേട്ടുകൊണ്ട് ആതിരയും ശിവരാമന്റെ അടുത്തേക്ക് ചെല്ലുന്നു. രണ്ടുപേരും കൂടി ശിവരാമന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് എന്റെ കുഞ്ഞാണെന്നും എനിക്ക് നിങ്ങളോടൊക്കെ ചിലത് പറയാനുണ്ടെന്നും ശിവരാമൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതേസമയം ശബ്ദം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന അവന്തിക ഈ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ്. സേതുമാധവനും അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ശിവരാമന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങാൻ ശ്രമിക്കുമ്പോൾ ശിവരാമൻ പറയുകയാണ്, ക്ഷമിക്കണം, ഇതിലൊരു ചതി നടന്നിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും ദയവ് ചെയ്ത് കേൾക്കണം. ഇത് എന്റെ കുഞ്ഞാണ്. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ നിൽക്കുകയാണ്. ഇതോടുകൂടി പ്രൊമോ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.